അത്രയും വലിയൊരു നാടകം താര അവിടെ നടത്തുമെന്ന് ഞാൻ കരുതിയില്ല. പൂർണിമയും മോളും തിരികെ വരാൻ താര ഒരു ഡ്രാമ നടത്തുമെന്നും ഞാനത് തകർക്കരുതെന്നും പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ സ്നേഹിക്കുന്ന പോലെ പൂർണിമ എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് താര പറഞ്ഞപ്പോൾ ഞങ്ങൾക്കിടയിൽ ഒരു തർക്കമുണ്ടായി. അതൊക്കെ തെളിയിക്കുന്നു പറഞ്ഞ താര എന്നെ കൂട്ടിക്കൊണ്ടുവന്നത്. ഇത് അവസാനം ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. താരയുടെ സ്വഭാവം എന്താന്ന് ഞങ്ങളെക്കാളൊക്കെ നന്നായിട്ട് ചേട്ടനെ അറിയാവുന്നതല്ലേ? അതെ, താര ഒരിക്കലും നിങ്ങളെ ഒന്നിപ്പിക്കാൻ വേണ്ടി ഒന്നും ചെയ്യില്ല. ആ, കിരൺ പറയുന്നത് ശരിയാണ്. പക്ഷെ ഞാൻ പലപ്പോഴും താരയ്ക്കൊപ്പം നിൽക്കുന്നതും അവളെ എതിർക്കാത്തതും താരയുടെ ഐഡിയ എപ്പോഴെങ്കിലും എനിക്ക് അനുകൂലമായി വരുന്നു തോന്നിയതുകൊണ്ടാണ്. പൂർണിമയുടെ മനസ്സിൽ എനിക്ക് ഇപ്പോഴും സ്ഥാനമുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പുറമേ അവൾ എന്തൊക്കെ പറഞ്ഞാലും എന്നെ മറക്കാൻ അവൾക്ക് പറ്റില്ല. എനിക്ക് പൂർണിമയെ കാണാനും സംസാരിക്കാനൊക്കെ അവസരം കിട്ടുന്നത് താരയോടൊപ്പം അവിടെ വരുമ്പോൾ മാത്രമാണ്. അല്ലാതെ ആ വീട്ടിൽ കയറാൻ എനിക്കൊരു വഴിയില്ല. എന്നാലും ഞാൻ കാരണം പൂർണിമയും തൊനിമോളും വിഷമിച്ചതിൽ എനിക്കൊരുപാട് സങ്കടമുണ്ട്. പക്ഷെ ഞാൻ അവിടെ വെച്ച് താര എതിർത്ത് എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ എല്ലാം പഴയതുപോലെ ആവുകയും ഞാൻ അവരിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യേണ്ടി വന്നേനെ. ഇപ്പം എല്ലാവരും വിഷമിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ അവസാനം എനിക്കെൻ്റെ മോളെയും പൂർണ്ണിമയും തിരികെ കിട്ടിയ ഈ സങ്കടങ്ങളെല്ലാം വലിയ സന്തോഷങ്ങളായി മാറും. അതൊക്കെ വെറുതെ തോന്നുന്നതാ. താര ഒരിക്കലും അതിനെ സമ്മതിക്കില്ല. അവള് പൂർണിമയെ വിഷമിപ്പിക്കാൻ പറ്റുന്ന അവസരങ്ങൾ നോക്കിക്കൊണ്ടേയിരിക്കും. മനസ്സിലെ പക തീർക്കാൻ എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ അവള് ചെയ്യും. അതിനൊന്നും ചേട്ടൻ ഇനിയും കൂട്ടു നിൽക്കരുത്. എല്ലാത്തിനും ഒരു അവസാനം വേണം ദുർഗ. പൂർണിമ ഒരു പാവമാണ്. ഇന്ദ്രപ്രസ്ഥത്തിലെ ഓരോ ആൾക്കാരെയും അവൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ആ കുടുംബത്തിന് വേണ്ടി അവൾ പലതും സഹിക്കുന്നുണ്ട്. പക്ഷെ തിരിച്ചാർക്കും ആ സ്നേഹം അവളോടില്ല. അത് തിരിച്ചറിയുന്ന ദിവസം അവൾ എന്തായാലും തകരും. അങ്ങനെ സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. കുടുംബത്തിന് വേണ്ടി അവൾ സ്വന്തം ജീവിതം വേണ്ടാന്ന് വെച്ച് മാറി നിൽക്കുകയാണ്. മറ്റുള്ളവർ അത് മുതലെടുക്കാൻ ശ്രമിക്കുകയാണ്. എനിക്ക് അവളുടെ പണമോ സ്വത്തോ ഒന്നും വേണ്ട. എൻ്റെ മോളും പൂർണിമയും എൻ്റെ ഒപ്പം ഉണ്ടായാൽ മാത്രം മതി. അങ്ങനൊരു ദിവസം ഉണ്ടാവാനാ ഞങ്ങളും ശ്രമിക്കുന്നത്. അതെ ചേട്ടാ. പക്ഷെ അതിന് താരയുടെ വഴിയെ പോയാ എല്ലാം ഓപ്പോസിറ്റ് ആവാനാ സാധ്യത. നമുക്ക് നോക്കാം ദുർഗ. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാത്ത വഴികളിലാവും പലതും സംഭവിക്കുക. നല്ലതെന്ന് കരുതി ചെയ്യുന്ന ചിലപ്പോൾ മോശമാവും, ചിലപ്പോൾ തിരിച്ചും സംഭവിക്കാം. നാളെ നടക്കുന്ന എന്താണെന്നറിയാൻ മനുഷ്യർക്ക് കഴിയില്ലല്ലോ. എല്ലാം പ്രതീക്ഷകളും കണക്കൂട്ടലും മാത്രമല്ലേ. നമുക്ക് നോക്കാം.